Hello friends, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. SSLC +1+2 അതെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഗ്രേസ് മാർക്കിന് അർഹതയുള്ള എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ ഹൈപ്പ് കൂടി ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ആർക്കൊക്കെ ഗ്രേസ് മാർക്ക് കിട്ടും, എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത്, ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നത് ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യത്തേത്, ആർക്കൊക്കെയാണ് ഗ്രേസ് മാർക്ക് കിട്ടുന്നത്? ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമ്മുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും, അതായത് ഇപ്പോൾ ശാസ്ത്രമേള എടുത്താലും കലോത്സവമായാലും SPC, NSS, NCC, ലിറ്റിൽ കൈറ്റ്സ്, മറ്റ് സ്പോർട്സ് മത്സരങ്ങൾ, ഈ രീതിയിൽ എല്ലാവിധ അർഹതയുള്ള കഴിഞ്ഞ വർഷം അർഹതയുണ്ടായിരുന്ന എല്ലാ ഈ മത്സര ഇനങ്ങൾക്കും അതുപോലെ തന്നെ വിഭാഗങ്ങൾക്കും ഇത്തവണയും പൂർണ്ണമായിട്ടുള്ള ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നാണ്. അത് A ഗ്രേഡിന് മാത്രമല്ല B ഗ്രേഡിനും C ഗ്രേഡിനും സംസ്ഥാന തലത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട്. അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു PDF-ന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പോയി നോക്കാം. പക്ഷേ പലരുടെയും സംശയം എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ മാനദണ്ഡം ഉപയോഗിച്ചാണ് ഈ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യുന്നത് എന്നാണ്. അത് ഒന്നാമത്തെ കാര്യം, ഗ്രേസ് മാർക്ക് ഇൻ കേസ് അവാർഡ് ചെയ്താൽ എല്ലാവർക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ, ഇപ്പോൾ SSLCയുടെ ആണെങ്കിലും +2-ന്റെ ആണെങ്കിലും ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോഴും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇനി എങ്ങനെ, അതായത് നിങ്ങളിപ്പോൾ ഒരു 6 വിഷയം +2-ൽ എഴുതുന്നു, 5 വിഷയത്തിനും A+ ഉണ്ട്, മറ്റൊരു വിഷയത്തിന് A ഉള്ളൂ. അങ്ങനെയാണ് എങ്കിൽ ആ ഒരു ഗ്രേഡിൽ നിന്ന് അടുത്ത ഗ്രേഡിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള മുഴുവൻ ഗ്രേസ് മാർക്ക്, ഇപ്പോൾ 20 നിങ്ങളുടെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നെങ്കിൽ ആ 20 മാർക്കും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ തീർച്ചയായിട്ടും മുഴുവനായിട്ടും അപ്ലൈ ചെയ്തിരിക്കും. ഇനി മറ്റു പലരുടെയും ഡൗട്ടാണ്, അതായത് ഒരു വിഷയത്തിന് A+ ഉണ്ട്, ഒരു വിഷയത്തിന് ജസ്റ്റ് പാസ്സാണ്. അങ്ങനെയൊക്കെ സിനാരിയോ വരുമ്പം ഏതിനെയാണ് പരിഗണിക്കുന്നത്? അതായത് എല്ലാ വാല്യൂഷനും കഴിഞ്ഞ് ടാബുലേഷനും കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഏതിനാണോ ഉള്ളത് അതിലായിരിക്കും ആദ്യം ഗ്രേസ് മാർക്ക് അപ്ലൈ ചെയ്യുന്നത്. അതും അതിൽ മുഴുവനായും ഇടുമെന്നല്ല, അത് അടുത്തൊരു ഗ്രേഡിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനാണ് ഗ്രേസ് മാർക്ക് ആദ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിലും ഇതേ പ്രൊസീജിയർ വീണ്ടും കംപ്ലീറ്റ് ചെയ്യും. അതായത് ടോട്ടൽ സബ്ജക്ട്സ് നോക്കും, പിന്നീട് ഏതിനാണോ കുറവുള്ളത് അതിനെ അടുത്തൊരു ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഗ്രേസ് മാർക്ക് ഉപയോഗിക്കുകയാണ് പതിവ്. ഇനി +1 +2-ലൊക്കെ തന്നെ മാർക്ക് ബേസിൽ ബാക്കി എല്ലാത്തിനും A+ ഉണ്ട്, ഒരു വിഷയത്തിന് കുട്ടിക്ക് A+ ഉണ്ട്, പക്ഷേ ഫുൾ മാർക്ക് ഇല്ല എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ, ബാക്കി എല്ലാത്തിനും ഫുൾ മാർക്ക്, അങ്ങനെ ഒരു എക്സ്ട്രീം കേസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ആ മാർക്ക് ഫുൾ മാർക്ക് ആക്കുന്നതിന് വേണ്ടിയായിരിക്കും നിലവിലെ ഗ്രേസ് മാർക്ക് ഉപയോഗിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും കുറവുള്ളതിന് ആദ്യം ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുത്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ചില വിഷയങ്ങളൊക്കെ തോക്കുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ഗ്രേസ് മാർക്ക് ഉണ്ട് എങ്കിൽ മറ്റ് വിഷയങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ പാസ്സാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്തായാലും ഈ ഒരു ആശ്വാസ വാർത്ത മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട.